ഗസയിൽ ഖുറാൻ തീയിലേക്ക് വലിച്ചെറിയുന്നതിന്റെ വീഡിയോ പങ്കുവച്ച ഇസ്രായേലി സൈനികൻ. 3 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സൈനിക വേഷത്തിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന സൈനികൻ തന്റെ കൈവശമുള്ള ഖുറാൻ തീയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ഇയാൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് ഇസ്രായേലി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനികന്റെ പെരുമാറ്റം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ലെന്ന് ഇസ്രായേലി സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. IDF എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്, കൂടാതെ ഇത്തരം പെരുമാറ്റ രീതികളെ അപലപിക്കുകയും ചെയ്യുന്നു. സംഭവത്തെക്കുറിച്ച് IDF അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. സൈനികന്റെ നടപടിക്കെതിരെ വലിയ വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയരുന്നത്. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുവായ ആവശ്യം. ഇതാണ് ജനാധിപത്യ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിലെ പെരുമാറ്റവും ധാർമ്മികതയുമെന്ന് ഒരാൾ എക്സിൽ കുറിച്ചു. ഗസയിൽ ഇസ്രായേൽ സൈനികൻ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ കത്തിക്കുന്നത് വീഡിയോയിൽ കാണാം. വീഡിയോയുടെ ആധികാരികത ഇസ്രായേലി അധിനിവേശ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനുഷ്യത്വത്തോടുള്ള അധിനിവേശത്തിന്റെ നഗ്നമായ അനാദരവിന്റെ വിശ്വാസങ്ങളെ ആക്രമിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിതെന്ന് മറ്റൊരാൾ കുറിച്ചു. ഗസയിലെ അക്സ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിക്ക് ഇസ്രായേൽ സൈനികർ തീയിടുന്ന ചിത്രവും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഗസയിൽ തുടരുന്നത്. വിശ്വാസ ലംഘനങ്ങൾ നടത്തുകയും നിരവധി പള്ളികൾ ആക്രമിച്ച് തകർക്കുകയും ഇവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ പുണ്യകേന്ദ്രമായ മസ്ജിദുൽ അക്സയിലേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തു. ഇവിടേക്ക് വരുന്ന വിശ്വാസികൾക്ക് നേരെ വലിയ ആക്രമണമാണ് സേന അഴിച്ചുവിടുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന ആക്രമണത്തിൽ 100 കണക്കിന് പള്ളികൾ പൂർണ്ണമായും തകർന്നതായി ഗസയിലെ എൻഡോമെന്റ്സ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയം അറിയിച്ചിരുന്നു. 604 പള്ളികളാണ് തകർന്നത്. 200 എണ്ണം ഭാഗികമായി നശിച്ചു. കൂടാതെ 3 ചർച്ചുകളും ഇസ്രായേൽ സൈന്യം തകർത്തു. ബുൾഡോസറുകൾ ഉപയോഗിച്ച് ശവക്കുഴികൾ മാന്തുകയും 1000-ലധികം ഫലസ്തീൻ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. മന്ത്രാലയത്തിന് കീഴിലുള്ള 15 കെട്ടിടങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. മന്ത്രാലയത്തിന്റെ ആസ്ഥാനം, ഗസ സിറ്റിയിലെ ഹോളി ഖുറാൻ റേഡിയോയുടെ പ്രധാന ഓഫീസ്, ഖാൻ യൂണിസിലെ എൻഡോമെന്റ് മാനേജ്മെന്റ് ഓഫീസ്, രേഖകളുടെയും കയ്യെഴുത്ത് പ്രതികളുടെയും ശേഖരം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇസ്രായേൽ ആക്രമണത്തിൽ 91 മന്ത്രാലയ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഗസയിലെ നിരവധി ചരിത്ര സ്മാരകങ്ങളും പൈതൃക സ്ഥലങ്ങളും ഇസ്രായേൽ തകർത്തതായി വിവിധ NGO-കൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗസയിൽ ഇസ്രായേലിന്റെ ആസൂത്രണ വംശഹത്യാ യുദ്ധം 232 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ 35,887 പേരാണ് കൊല്ലപ്പെട്ടത്. 80,293 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. കോടതി ഉത്തരവ് അംഗീകരിക്കണമെന്ന് സ്പെയിൻ, ബെൽജിയം, കുവൈത്ത്, ഒമാൻ, പാകിസ്ഥാൻ, മലേഷ്യ, മാലദ്വീപ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് വകവയ്ക്കാതെ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ തുടരുന്നത്. റഫേൽ അടക്കം ആക്രമണം കനപ്പിക്കുകയും ചെയ്തു. വടക്കൻ ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണം വലിയ ദുരിതമാണ് തീർക്കുന്നത്. നിരവധി ജനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടേക്ക് വെള്ളവും ഭക്ഷണവും എത്തിയിട്ട് 17 ദിവസമായി.